أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا. സൂറത്തു നാസിആത്ത്. അപ്പോൾ അതിലെ ആദ്യത്തെ 5 ആയത്തുകൾ. വന്നാസിആത്തി ഗർഖ. നാസിആത്ത് എന്ന് വെച്ചാൽ എന്താ? ഊരിയെടുക്കുന്നവ, അതായത് പിടിച്ചു വലിക്കുന്നവ. ഗർഖ എന്ന് വെച്ചാൽ എന്താ? മുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ മുഴുകിക്കൊണ്ട്. അപ്പോൾ മുങ്ങിയതായ സ്ഥിതിയിൽ വലിച്ചെടുക്കുന്ന ഊരിയെടുക്കുന്നവകൾ തന്നെയാണ് സത്യം. വന്നാശിത്വാത്തി. നാശിത്വാത്തി നഷ്ത്വാ. നാശിത്ത എന്ന് വെച്ചാൽ വേഗമെടുക്കുന്നവ. നഷ്ത്വ എന്ന് വെച്ചാൽ എന്താ? സൗമ്യമായിട്ട്. അപ്പോൾ വന്നാശിത്വാത്തി നഷ്ത്വ. ഈ വേഗതയിൽ, അതായത് സൗമ്യമായി അയച്ചു വിടുന്നവയെ തന്നെ സത്യം. ഇനി വസ്സാബിഹാത്തി. സാബിഹാത്ത്, ഒഴുകി വരുന്നവയെ തന്നെ സത്യം. സബ്ഹ എന്ന ശക്തമായ ഒഴുകി വരുന്നവയെ തന്നെ സത്യം. ഇനി ഫസ്സാബിഖാത്തി, മുൻകടക്കുന്ന, മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെ സത്യം. അതായത് ശക്തിയായി മുൻകടക്കുന്നവ തന്നെ സത്യം. ഫൽ മുദബ്ബിറാത്തി അമ്ര. എന്നിട്ട് എന്ത് ചെയ്യുക? ഫൽ മുദബ്ബിറാത്തി അമ്ര, കാര്യം നിയന്ത്രിക്കുന്നവയെ തന്നെ സത്യം. കാര്യങ്ങളെ ചിട്ടപ്പെടുത്തുന്നവയെ തന്നെയാണ് സത്യം. സൂറത്തു നാസിയാത്ത്. വഹിയ അർബഊന വസിത്തു ആയാത്ത്. മക്കിയാണത്. 46 ആയത്താണ്. മക്കിയയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫീഹി മസ്അലത്താൻ. ഈ 5 ആയത്തിൽ 2 മസ്അലയുണ്ട്. അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല. ഈ ആലം നീ അറിയണം, അന്ന ഹാദിഹിൽ കലിമാത്തിൽ ഖംസ, ഈ 5 കലിമത്തുകളുണ്ടല്ലോ, ഈ 5 ആയത്തുകൾ, യുഹ്തമലു, സാധ്യമാണ്, എന്തക്കുന്നതാകാം, സിഫാത്തിനിൽ ചെയ്യുമ്പോൾ ഒറ്റ വസ്തുവിനുള്ള സിഫത്തുകളാകാം. വയുഹ്തമലു അല്ലാ തക്കൂന കദാലിക, അപ്രകാരമാകാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്രകാരമാകാതിരിക്കാനും സാധ്യതയുണ്ട്. വന്നാസിയാത്തി ഗർഖ വന്നാശിത്വാതി നഷ്ത്വ വസ്സാബിഹാത്തി സബ്ഹ വസ്സാബിഖാത്തി സബ്ഖ ഫൽമുദബ്ബിറാത്തി അംറ. അപ്പോൾ ഈ നാസിയാത്ത് എന്താണ്? സാബിഹാത്ത് എന്താണ്? സാബിഖാത്ത് എന്താണ്? മുദബ്ബിറാത്ത് എന്താണ്? ഇതെല്ലാം ഒരു കാര്യത്തിനുള്ള വിശേഷണമാകാം, ഒറ്റ കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകാതെ ഇരിക്കാം. അമാലൽ ഇഹ്തിമാലിൽ അവലി, അപ്പോൾ ഒന്നിനുള്ള സിഫത്താണ് എന്ന് പറഞ്ഞല്ലോ ഇവകൾ. അപ്പോൾ ഫഖദ് ദക്കറൂഫിൽ ആയത്തി പൂജന, അപ്പോൾ ഈ ആയത്തിൽ തന്നെ അവർ പല ന്യായങ്ങളും പറഞ്ഞു. അഹദുഹ, അതിൽ ഒന്നാമത്തേത്, അന്നഹാബി അസ്ലിഹ, അവകൾ മുഴുവനും സിഫാത്തുൽ മലായിക്കത്തി, മലക്കുകൾക്കുള്ള വിശേഷണമാണ്. അപ്പോൾ ഫഖൗല്, അപ്പോൾ അള്ളാഹിൻ്റെ കൗല്, വന്നാസിആത്തി ഗർഖൻ എന്ന് പറഞ്ഞാൽ എന്താ? നസ്, ഊരിയെടുക്കുന്നവ തന്നെ സത്യം. നസ് എന്ന് വെച്ചാൽ നസ് അൻ അല്ലേ? വന്നാസിയാത്ത് ഉറക്കനാണല്ലോ. ഉറക്കൻ, മുഴുകി, ഊരിയെടുക്കുക തന്നെ സത്യം. മുഴുകി പ്രവേശം, നിർദ്ദയം, ഒരു ദയയുമില്ലാതെ. അപ്പോൾ ഹിയൽ മലായിക്കത്തു, അത് മലക്കുകളാണ്. അല്ലദീന, എങ്ങനത്തെ മലക്കുകളാണ്? യൻസിഊന, അവരെന്ത് ചെയ്യും? ഊരിയെടുക്കും. നുഫൂസ ബനിയാദ, മനുഷ്യരുടെ ആത്മാക്കളെ ഊരിയെടുക്കുന്ന മലക്കുകളാണ് ഉദ്ദേശം. അപ്പോൾ ഫൈദാ നസഊ നഫ്സൽ കുഫാരി, കാഫിരീങ്ങളുടെ ആത്മാക്കളെ അവർ ഊരിയാൽ, നസഊഹാ ബിശിദ, ശക്തിയായിട്ട് ഊരിയെടുക്കുന്നു. അപ്പോൾ ശക്തിയായിട്ടാണ് അവർ അതിനെ ഊരിയെടുക്കുക. വഹുവ, ഈ നാസിയാത്തുൽ വഹു മഅഖൂദ മിൻ ഖൗലി നസഅ ഫിൽ ഖൗസി ഫഅഗ്റഖ എന്ന് പറയാറുണ്ട്. വയുഖാലു അഗ്റഖൻ നാസിഉ ഫിൽ ഖൗസി എന്ന് പറയും. ഇദാ ബലഗ ഗായത്തൽ മദ ഹത്താ യൻതഹി ഇലൻ നസ്ലി.
അപ്പോൾ തഖ്ദീറുൽ ആയത്തിനെ സങ്കല്പിക്കൽ എങ്ങനെ? വന്നാസിആത്തി ഇഗ്റാഖൻ വൽ ഗർഖു വൽ ഇഗ്റാഖു ഫിൽ ലുഗത്തി ബിമാനം വാഹിദ്. ഗർഖെന്ന് പറഞ്ഞാൽ ഇഗ്റാഖ് എന്ന് പറഞ്ഞാലും ഒറ്റ മാനക്കാണ്. അപ്പോൾ ആ നിലക്ക് വെക്കാം. ഇനി വന്നാഷിത്വാത്തി നഷ്ത്വാ, നെസ്റ്റ് ചെയ്യുന്ന നാഷിത്വാത്തി നഷ്ത്വൻ. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോൽ ജദുബ് വലിച്ചെടുക്കാന്നാണ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ്? വലിച്ചെടുക്കുക, ജദുബ് വലിക്കുക. യുഖാലു നശത്തുൽ ദൽവ അൻഷിത്തുഹ എന്ന് പറയും. വഅൻഷത്തുഹ നഷ്ത്വൻ, അതായത് നസഅത്തുഹ ബിരിഫ്ഖിൻ, നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ, പക്ഷേ വ്യത്യാസം മയമായിട്ട്, നേർമമായി, സൗമ്യമായിട്ട് വലിച്ചെടുക്കുക എന്നാണ്. വൽ മുറാദു, അപ്പോൾ ഉദ്ദേശിക്കപ്പെടുകയാൽ മലായിക്കത്തുല്ലത്തെ ഒരു മലക്കുകളാണ്. അല്ലത്തി അങ്ങനത്തെ മലക്കുകളാണ്. തൻഷിത്തു, അവരെന്ത് ചെയ്യും? അവർ ഊരിയെടുക്കും. റൂഹൽ മുഅ്മിനിൻ്റെ റൂഹിനെ ഫതഖ്ബിദു, അവരതിനെ എടുക്കും, പിടിക്കും. വഇന്നമാ ഖസസ്നാ ഹാദാ, അപ്പോൾ നാം ഇതിനെ പ്രത്യേകമാക്കി ബിൽ മുഅ്മിന് കൊണ്ട്. വൽ അവ്വല, ഒന്നാമത്തേത് നാസിആത്ത് പറഞ്ഞത് കാഫിർ കൊണ്ട് പ്രത്യേകമാക്കി. കാരണം ലിമാ ബൈന നസീ വൻ നസ്തി മിനൽ ഫർഖി, നസീൻ്റെയും നെസ്റ്റിൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട്. എന്നാൽ നസു എന്ന് വെച്ചാൽ ജദുബം ബിശിദ്ദ, ശക്തിയായി വലിച്ചെടുക്കലാണ്. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജദുബം ബി റിഫ്ഖിൻ, മയമായിട്ട്, സൗമ്യമായിട്ട് വലിച്ചെടുക്കുന്നതിനാണ് എന്ത് ചെയ്യുക? നെസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഫൽ മലായിക്കത്തു, മലക്കുകൾ തൻഷിത്തു അർവാഹൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ അവർ അവർ എടുക്കും, പിടിക്കും. കമാ തുൻഷത്തു ദൽബു ഫിൽ ബേരി, കിണറ്റിൽ വക്കറ്റിനെ വലിച്ചെടുക്കുന്നത് പോലെ, അതായത് എളുപ്പമായിട്ടാണെന്ന്. ഫൽ ഹാസിൽ, അപ്പോൾ ഹാസിലെന്തായി? അന്ന കൗലഹു, അള്ളാഹിൻ്റെ കൗല്, വന്നാസിയാത്തി ഖുർഖൻ വന്നാഷിതാത്തി നഷ്ത എന്ന കൗല് ഖസമുൻ ബി മലക്കുൽ മൗത്തി, മലക്കുൽ മൗത്തിനെ കൊണ്ട് സത്യം ചെയ്യലാണ്. അസ്രായിലിനെ കൊണ്ട് സത്യം ചെയ്യലാണ്. വാനി അവൻ്റെ സഹായികളെ കൊണ്ടും. പക്ഷേ ഇല്ല എന്നല്ല പോലെ ഒന്നാമത്തേത് ഇഷാർത്തില്ല കൈഫത്തി ഖബൽ അർവാഹിൽ കുഫാരി, ഒന്നാമത്തേത് സൂചിപ്പിക്കുന്നത് കാഫിര്യങ്ങളുടെ ആത്മാക്കളെ പിടിക്കുന്ന രൂപത്തിലേക്കാണ്. വസാനി, രണ്ടാമത്തേതാകുന്നത് ഇഷാറത്താനില്ല കൈഫത്തി ഖബൽ അർവാഹിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്നതിലേക്കാണ് സൂചന, രണ്ടാമത്തേത്. അമ്മ കൗലുഹു, ഇനി അള്ളാഹിൻ്റെ കൗല് മൂന്നാമത്തെ. വസാബിഹാത്തി സബ്ഹ എന്ന് പറഞ്ഞല്ലോ. സാബിഹാത്ത് എന്ന് വെച്ചാൽ സബ്ഹൻ, ഒഴുകി വരുന്നവയെ തന്നെ സത്യം. അവിടെ എന്താണ് ഉദ്ദേശം? ഫമിൻഹും, അവരിൽപ്പെട്ടവരാണ് മൻ ഒരുത്തർ. ഖസ്സസഹു, അവർ അതിനെ പ്രത്യേകമാക്കി. ഐലം, വീണ്ടും അവർ അതിനെ പണ്ഡിതന്മാർ എന്ത് പ്രത്യേകമാക്കി? ബി മലായിക്കത്തി ഖബലിൽ അർവാഹി, വീണ്ടും അതും എന്ത് തന്നെയാണ്? റൂഹ് പിടിക്കുന്ന മലക്കുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. വമിൻഹും, അവരിൽപ്പെട്ടവരാണ് മൻ ഒരുത്തർ. ഹമലു, അവർ അതിനെ ചുമത്തിയത് അല സായി തവായിഫിൽ മലായിക്ക, മറ്റു മലക്കുകളുടെ മേലാണ് അവർ ചുമത്തിയത്. ഈ റൂഹ് പിടിക്കുന്ന മലക്കുകളല്ല ഉദ്ദേശം, പിന്നെ ആരാണ്? മറ്റുള്ള മലക്കുകളാണ്. അമൽ വജുഹുൽ അവ്വലു, അവ റൂഹ് പിടിക്കുന്ന മലക്കുകളാണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനുള്ള ന്യായം എന്താ? ഫനുഖിലാൻ അലിയൻ അലൈഹിസ്സലാം, അലി റളിയല്ലാഹു അൻഹു തൊട്ട് നഖിലപ്പെട്ടിട്ടുണ്ടോ? ബിൻ അബ്ബാസിനെ തൊട്ട് മസ്റൂഖിനെ തൊട്ട് അന്നൽ മലായിക്കത്ത, മലക്കുകൾ യസുല്ലൂന, അവർ എന്ത് ചെയ്യും? ഊരിയെടുക്കും. അർവാഹൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ റൂഹിനെ അവർ ഊരിയെടുക്കും. സല്ലൻ റഫീഖൻ, മയമായിട്ടാണ്, നേർമയായിട്ടാണ്, റിഫ്ഖോട് കൂടിയാണ് ഊരിയെടുക്കുക. റിഫ്ഖോട് കൂടിയാണ് ഊരിയെടുക്കുക. അപ്പോൾ ഫാദ, ഇതാണ് ഹുൽ മുറാദ് മിൻ ഖൗലി വന്നാഷിതാത്തു നഷ്ത, വന്നാഷിതാത്തി നഷ്ത എന്നുകൊണ്ടുള്ള മുറാദ് അതാണ്. സുമ്മ യത്റുകൂനഹ, പിന്നെ അവർ അതിനെ ഒഴിച്ചിടും. ഹത്ത തസ്തരിഹ റുവൈദൻ, അത് റാഹത്താകുന്നത് വരെ. റുവൈദൻ, അല്പം റാഹത്താകുന്നത് വരെ. സുമ്മ യസ്തഖ്രിജൂനഹ, പിന്നെ അവർ അതിനെ പുറത്തെടുക്കും. ബാദാലിക, അതിന് ശേഷം ബിരിഫ്കിൻ വല ത്വാഫത്തിൻ, മയമായിട്ട്. കല്ലതി യസ്ബഹുഫിൽ മായി, ആരെ? വെള്ളത്തിൽ നീന്തുന്നവനെ പോലെ. ഫൈന്നഹു യതഹറകു ബിരിഫ്കിൻ വല ത്വാഫത്തിൻ, കാരണം അവൻ അനങ്ങുന്നത് റിഫ്കോട് കൂടിയാണ്, നേർമയായിട്ടാണ്. ലത്താഫത്തിൻ, ലത്താഫത്തായിട്ടാണ്. എല്ലാ യഗ്റഖ, ലിയല്ല യഗ്റഖ, ഖുർഖ്, മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. വക്കഥാ, ഇപ്രകാരം. ഹാഉന, ഇപ്രകാരം ഇവിടെയും. യർഫുഖൂന ഫീ ദാലികൽ ഇസ്തിഖ്റാജി,
ഈ പുറത്തെടുക്കുന്നതിലും ഈ പുറപ്പെടുവിക്കുന്നതിലും അവരെന്ത് ചെയ്യും? മയം കാണിക്കും, റിഫ്ക്ക് കാണിക്കും. എല്ലാ യസ്ലൈലഹി അലമുൻ, അതിലേക്ക് വേദനയും ഷിദ്ദത്തുൻ, ശക്തിയും എത്താതിരിക്കാൻ വേണ്ടിയിട്ട്. ഫദാക്ക്, അതാണ് ഹുൽ മുറാദ് മിൻ ഖൗലി വസ്സാബിഹാത്തി സബ്ഹ എന്നുള്ള മുറാദ്. വസ്സാബിഹാത്തി സബ്ഹ എന്നുള്ളത് കൊണ്ടുള്ള മുറാദ് അതാണ്. വാമല്ലദീന, അപ്പോൾ ഒരുത്തർ ഹമലുഹു, അവർ അതിനെ ചുമത്തിയതല സാരി ത്വായിഫിൽ മലായിക്ക, മറ്റു മലക്കുകളുടെ മേലാണ് ചുമത്തിയതെങ്കിൽ ഫക്കാലു, അങ്ങനെ ചുമത്തുന്നവർ ഫക്കാലു, അവർ പറഞ്ഞു, ഇന്നൽ മലായിക്കത്ത, മലക്കുൾ യൻസിലൂന മിനസ്സമായി, അവർ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും, മുസ്ലീന, പെട്ടെന്ന് ഇറങ്ങി വരും. അപ്പോൾ ഫജാല നുസൂലുഹും, അപ്പോൾ അവരുടെ നുസൂലായിട്ടുണ്ട് മിനസ്സമായി, ആകാശത്തിൽ നിന്നുള്ള നുസൂല് കസ്സബാഹത്ത്, സബാഹത്ത് പോലെയായി, സബാഹത്ത് പോലെയാണ്, നീന്തൽ പോലെ. വൽ അറബു, അറബികൾ തഖൂലിൽ ഫറസിൽ ജവാദി ഇന്നഹു സാബിഹു, ജവാദായ ഫർസിനെ പറ്റി പറയാറുണ്ട്, ഇന്നഹു സാബിഹു എന്ന് പറയാറുണ്ട്. വമാ കൗലുഹു, അപ്പോൾ അള്ളാഹിൻ്റെ കൗല് ഫസ്സാബിഖാത്തി സബഖ എന്ന് പറഞ്ഞല്ലോ, അത് സാബിഖാത്തി സബഖൻ എന്ന ഫമിൻഹും, അവരിൽപ്പെട്ടവർ തന്നെയാണ്. മൻ, ഒരുത്തർ കാല, അവർ പറഞ്ഞു, മൻ ഫസ്സറഹു, അതിനെ വ്യാഖ്യാനിച്ചവരാണ്. ബിമലായിക്കത്തി കബലിൽ അർവാഹി, അർവാഹ് റൂഹുകളെ പിടിക്കുന്ന മലക്കളെ കൊണ്ടാണ് വ്യാഖ്യാനിച്ചവരുണ്ട്. യസ്ബിഖൂന, അതായത് യസ്ബിഖൂന, അവരെന്ത് ചെയ്യും? മുൻകടക്കും. ബിഅർവാഹിൽ കുഫാരിലൻ നാരി. അപ്പോൾ സാബിഖാത്തി സബഖ് എന്ന് വെച്ചാൽ എന്താണ്? മുൻകടക്കുന്നവകൾ തന്നെയാണ് സത്യം. ഇപ്പം എന്തുകൊണ്ട് മുൻകടക്കും? കുതിച്ചു പോകാം, ശക്തിയായിട്ട് മുൻകടക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? നരകത്തിലേക്ക് കാഫിര്യങ്ങൾ റൂഹുമായിട്ട് മുൻകടക്കുമെന്ന ഉദ്ദേശം. ഒബി അർവാഹിൽ മുഅ്മിനീന ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളുടെ റൂഹുമായിട്ട് മുൻകടക്കുന്നു. വമിൻഹും, അവരിൽപ്പെട്ടവരാണ് മൻ ഫസ്സറഹു, അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ബി സാരി തവായിഫിൽ മലായിക്കത്ത്, മലക്കുകളുടെ മറ്റ് ത്വായിഫ് കൊണ്ട് വ്യാഖ്യാനിച്ചവരുണ്ട്. സുമദക്റൂഫി ഹാദാ സബ്ഖി വുജുഹൻ, പിന്നെ ഈ മുൻകടക്കുന്നതിൽ തന്നെ പല വജുഹുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് മലക്കുകൾ മുൻകടക്കും എന്ന് പറഞ്ഞല്ലോ, അതിന് തന്നെ പല അഹദുഹ, അതിൽ ഒന്നാമത്തേത് കാല മുജാഹിദൻ, മുജാഹിദ് എന്നവർ പറഞ്ഞു. അബൂ റൗഖ് എന്നവരും പറഞ്ഞു, ഇന്നൽ മലായിക്കത്ത, മലക്കുൽ സബഖത്തി ഇബ്നു ആദമ ബിൽ ഈമാനി, മനുഷ്യന് ഇബ്നു ആദം മനുഷ്യർക്ക് മുൻകടന്ന് ഈമാൻ കൊണ്ട്, വത്വാഅത്തി, അനുസരണ കൊണ്ടും മുൻകടന്നിട്ടുണ്ട്. വലാശക്കാന്നൽ മുസാബഖത്ത, സംശയമില്ലല്ലോ, മുൻകടക്കൽ ഫിൽ ഖൈറാത്തി, നന്മയിൽ മുൻകടക്കൽ, ദറജത്തുൻ അളീമ, വലിയ പദവിയാണല്ലോ. നന്മയിൽ മുൻകടക്കുക എന്നുള്ളത് വലിയ പദവിയാണെന്ന് സംശയമില്ല. അപ്പോൾ കാലത്ത് അള്ളാഹു പറയുന്നത് വസ്സാബിഖൂന സാബിഖൂൻ, അതുകൊണ്ട് ഉലായിക്കൽ മുഖറബൂൻ, മുൻകടന്നവർ അവരാണ് മുഖറബീങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പോൾ നന്മയിൽ മുൻകടന്നവർക്ക് സ്ഥാനമുണ്ട്. വസാനിഹ, രണ്ടാമത്തേത്, അപ്പോൾ ആ നിലക്ക് വസ്സാബിഖൂന സാബിഖൂൻ എന്ന് പറഞ്ഞു. ഇനി വസാനിഹ, രണ്ടാമത്തേത്, ഇവിടെ അത് വേറെ വിഷയങ്ങളായിട്ടോ അല്ലേ, സാബിഖാത്ത് സബ്ഖൻ. ഇനി വസാനിഹ, അത് രണ്ടാമത്തേത്, ഖാലൽ ഫറാഖ് വ സജ്ജാജു, സജ്ജാജ് എന്നവരും ഫറാഖ് എന്നവരും പറഞ്ഞത് എന്താണ്? ഇന്നൽ മലായിക്കത്തെ തസ്ബിഖു ഷയാത്തീന ബിൽ വഹയി, മലക്കുകൾ എന്ത് ചെയ്യും? ശൈത്താന് മുൻകടക്കും വഹി കൊണ്ട്, ഇല അമ്പിയാക്കന്മാരിലേക്ക്. കാരണം എന്നെ ഷയാത്തീന, ശൈത്താന്മാരായിരുന്നു. കാനത്ത് തസ്താരിഖു സം, അവരെന്ത് ചെയ്യും? കട്ട് കേൾക്കുമായിരുന്നു, വഹീനെ കട്ട് കേൾക്കുമായിരുന്നു. വസാലിസുഹ, മൂന്നാമത്തേത്, വയുഹ്തമലു, സാധ്യതയുണ്ട്, യക്കൂനൽ മുറാദു, ഉദ്ദേശിക്കപ്പെട്ടത്, അന്നഹു താല വസഫഹും, വയുഹ്തമല യക്കൂനൽ മുറാദു, ഉദ്ദേശിക്കപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്, അന്നഹു താല വസഫ്, അള്ളാഹു താല ഒരു വസ്ഫ് പറഞ്ഞതാകാൻ. ഫഖാലണ്ടല്ല പറഞ്ഞു, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലീന്ന്, അതായത് ഖൗല് കൊണ്ട് അവന് മുൻകടക്കുകയില്ല. അതായത് യൈനി ഖബലൽ ഇതിനി, സമ്മതത്തിന് മുമ്പ്. ലാ യതഹറക്കൂന, അവരനങ്ങൂല, വലാ യൻതിഖൂന, സംസാരിക്കൂല, തഅളീമൻ ലി ജലാലില്ലാഹി, അള്ളാഹുവിൻ്റെ വളർമയെ ആദരിച്ചതിന് വേണ്ടിയിട്ട്. വഖൗഫ മിൻ ഹൈബത്തി, അള്ളാഹിൻ്റെ ഹൈബത്തിനെ പേടിച്ചതിന് വേണ്ടിയിട്ട്. വഹാഉന, ഇവിടെയുണ്ട് വഹാഉന, അപ്പോൾ ഇവിടത്തിൽ വസഫഹും ബി സബ്ഖ്, അവർക്കുള്ള സബ്ഖ് കൊണ്ട് വിശേഷണം പറഞ്ഞു, മുൻകടക്കുക. യൈനി ഇദാ ജാഅഹുമുൽ അംറു, അതായത് ഇതാ അവർക്ക് കാര്യം വന്നാൽ. അപ്പോൾ ഫൈന്നഹും യതസാറഊന ഇലം തിസാലി, അപ്പോൾ ഒരു കൽപ്പന വന്നാൽ അവരെന്ത് ചെയ്യും? അതിലേക്ക്, അതനുസരിക്കുന്നതിലേക്ക് അവർ ധൃതിയിൽ വരും.
വയതബാദറൂന ഇല ഇദ്ഹാരി താത്തിഹി, അതിനനുസരിക്കാൽ വെളിവാക്കലിൻ്റെ മേൽ അവർ പെട്ടെന്ന് വരും. അതാണ് ഹുൽ മുറാദ് മിൻ ഖൗലി, അള്ളാഹിൻ്റെ ഖൗലിനാണ് മുറാദ്. ഫസ്സാബിഖാത്തി സബ്ഖാ, കൽപ്പനകൾക്ക് മുൻകടക്കുന്നവളെ തന്നെ സത്യം. അള്ളാഹ് കൽപ്പിച്ചാൽ ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തയ്യാറായി വരുന്ന മലക്കുകളെ തന്നെ സത്യം. ഇനി അമ്മാ ഖൗൽ, അള്ളാഹിൻ്റെ ഖൗല് ഫൽ മുദബ്ബിറാത്തി അമ്ര, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവളെ തന്നെ സത്യം. ഫഅജ്മഉ, അവർ ഇജ്മാ ആയിട്ടുണ്ട് പണ്ഡിതന്മാർ, അല അന്നഹും ഹുമുൽ മലായികത്ത്, ഇത് മലക്കുകളാണെന്ന് ഇജ്മാ ഉണ്ട് കേട്ടോ. മുദബ്ബിറാത്തി അമ്ര, ഫൽ മുദബ്ബിറാത്തി അമ്ര, മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞില്ലമ്മ. അപ്പോൾ ഇവിടെ മുദബ്ബിറുൽ ആ, ലോകം നിയന്ത്രിക്കുന്നവർ, അതെന്താണ്? അവർ ഇജ്മാ ആയിട്ടുണ്ട് അല അന്നഹുമുൽ മലായിക, മലക്കുകളാണെന്ന്. കാല മുഖാത്തിൽ പറഞ്ഞു യഅ്നി ജിബ്രീലാണ്, മീക്കായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ അലൈഹിസ്സലാം. ആരൊക്കെയാണ്? ജിബ്രീൽ, മീക്കായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ, 4 പേര്. യുദബ്ബിറൂന, അവർ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അമ്ര, അള്ളാഹിൻ്റെ കൽപ്പനയെ, ഫിഅഹ്ലിൽ അർളി, ഭൂമിയുടെ ആളുകളിൽ അള്ളാഹിൻ്റെ കാര്യത്തെ അവരാണ് നടപ്പിലാക്കുന്നത്. വഹുമുൽ മുഖസ്സിമാത്തു അമ്ര, അവരാണ് മുഖസ്സിമാത്തു അമ്ര, കാര്യങ്ങളെ വേദിക്കുന്നവർ. അമ്മാ ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ ഫഉക്കില ബി റിയാഹി വൽ ജുനൂദി, സൈന്യങ്ങളെ കൊണ്ടും കാറ്റുകളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അമ്മാ മീക്കായിലാകുന്നത് ഫഉക്കില ബിൽ ഖത്രി വൻ നബാത്തി, മഴ കൊണ്ടിട്ടും സസ്യങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടു. അമ്മ മലക്കുൽ മൗത്ത്, അപ്പോൾ മലക്കുൽ മൗത്ത് ഫൗക്കല ബി ഖബദിൽ അംഫുസി, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അമ്മ ഇസ്രാഫിൽ, അപ്പോൾ ഇസ്രാഫിലോ എൻസിലു ബിൽ അംറി അലൈഹിം, അവരുടെ മേലുള്ള കൽപ്പന കൊണ്ട് ഇറങ്ങി ഒരു ഇസ്രാഫീൽ. അപ്പോഴ് കൗമം മിൻഹും മുവക്കലൂന ബിഹിഫ്ളി ബനി ആദം, അവരിൽപ്പെട്ട ഒരു ജനത, മുവക്കലൂന, അവർ എന്താ ഏൽപ്പിക്കപ്പെട്ടതാണ്, ബിഹിഫ്ളി ബനി ആദം, മനുഷ്യരെ സംരക്ഷിക്കൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ്. വഖൗമൻ ആഖറൂന, മറ്റു ചില ജനങ്ങൾ, മറ്റു ചില ജനത ബി കിതാബത്തി അമാലി, അവരുടെ മനുഷ്യരുടെ പ്രവൃത്തികൾ എഴുതൽ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ്. വഖൗമൻ ആഖറൂന, മറ്റു ചിലർ ബിൽ ഖസ്ഫി കൊണ്ടും വൽ മസ്ഖ് കൊണ്ടും, കോലം മറിക്കൽ കൊണ്ടും, അതുപോലെ തന്നെ മസ്ഖ് ചെയ്യൽ കൊണ്ടും, വരിയാഹി, കാറ്റുകൊണ്ടും, വസഹാബി, മേഘം കൊണ്ടും, വല്ലംതാർ, മഴകളെ കൊണ്ടും കൽപ്പിക്കപ്പെട്ടവരാണ്. ബഖിയ അലൽ ആയത്തി സ്വാലാനി, ഈ ആയത്തിൻ്റെ മേൽ 2 ചോദ്യം ബാക്കിയാണ്. അസ്വാലുൽ അവ്വൽ, ഒന്നാമത്തെ ചോദ്യം, ലിമഖാൽ, അല്ലാഹ് എന്താ പറഞ്ഞു? ഫൽ മുദബ്ബിറാത്തി അമ്രാന്ന്, കാര്യം നിയന്ത്രിക്കുന്നവകളെ തന്നെ സത്യമെന്ന് പറഞ്ഞു. വലം യഖുൽ ഉമൂറൻ, അമ്രെന്ന ഉമൂറെന്ന് പറഞ്ഞില്ല. കാരണം ഫൈന്നഹും യുദബ്ബിറൂന ഉമൂറൻ കസീറത്തൻ ലാ അമ്രൻ വാഹിദ, അവർ ഒരുപാട് കാര്യം നിയന്ത്രിക്കണില്ല, ഒറ്റ കാര്യമല്ലല്ലോ. വൽ ജവാബ്, അതിന് മറുപടി, അന്നൽ മുറാദ ബിൽ ജിൻസ്, ഇവിടെ ജിൻസ് മുറാദ് ജിൻസാണ്, വർഗമാണ്. വൈദാക്കാന കദാലിക്ക് കാമ മക്കാമൽ ജമ്മി, അപ്പോൾ ജിൻസ് ഉദ്ദേശിച്ചാൽ അവിടെ ജമ്മിൻ്റെ സ്ഥാനത്ത് തന്നെയാണത്, അപ്പോൾ അത് ബഹുവചനത്തിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. അസു ആലുസാനി, രണ്ടാമത്തെ ചോദ്യം ബാക്കിയായ രണ്ടാമത്തെ ചോദ്യം, ഖാലത്താൽ, അള്ളാഹ് പറഞ്ഞു, ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, എല്ലാ കാര്യവും അള്ളാഹുവിനാണെന്നല്ല അള്ളാഹ് പറഞ്ഞു. പിന്നെ കാര്യം നിയന്ത്രിക്കുന്നവർന്നോട് എങ്ങനെ പറഞ്ഞാൽ ശരിയാകാം? കൈഫ, എങ്ങനെയാണ്? അസ്ബത്ത ലഹും ഹൗന തദ്ബീറൽ അംരി, അള്ളാഹു താല മലക്കുകൾക്ക് ഇവിടെ കാര്യം നിയന്ത്രിക്കൽ എങ്ങനെ സ്ഥിരപ്പെടുത്തൽ എങ്ങനെ ശരിയാകും? വൽ ജവാബിന് മറുപടി, ലമ്മാ കാന ദാലിക്കൽ ഇത്യാന ബിഹി കാനൽ അംറു കാന്നഹു ലഹു, ലമ്മാ കാന ദാലിക്കൽ ഇത്യാന ബിഹി, അതിനെ കൊണ്ടുവരലായപ്പോൾ, കാനൽ അംറു, കാര്യമായി, കാന്നഹു ലഹു, അത് അവനുള്ളതുപോലെ തന്നെയായി. ഫഹാദ, അപ്പോൾ ഇത് തൽഖീസ് ചെയ്യലാണ്. മാക്കാലുൽ മുഫസ്സിറൂന ഫിഹാദൽ ബാബ്, ഈ ബാബിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒന്നിനെ എന്താണ്? തൽഖീസാക്കലാണ്. ഇനി വൈന്തി എൻ്റെ അടുക്കലുണ്ട് ഫിയാദിൽ, അപ്പോൾ അള്ളാഹു കൽപ്പിച്ച് ചെയ്യുന്നത്, അപ്പോൾ അള്ളാഹ് ചെയ്യുന്നത് തന്നെയാണെന്ന് അവിടെ മറുപടി പറഞ്ഞത്. ഇനി വൈന്തി ഫി, ഇതിൽ എൻ്റെ അടുക്കലുണ്ട് വജുവൻ ആഹർ, മറ്റൊരു വജു കൂടി ഉണ്ട് കേട്ടോ. വഹുവത് അന്നൽ മലായികത്ത, മലക്കുകൾ, ലഹാദിനുണ്ട് സിഫാത്തൻ സൽബിയത്തൻ, സൽബിയ സിഫത്തുണ്ട്, വസിഫാത്തൻ ഇലാഫിയത്തൻ, ഇലാഫിയ സിഫത്തുണ്ട്. വമ്മ സിഫാത്തു സൽബിയത്ത്, അപ്പോൾ സൽബിയ സിഫത്ത് ഫയ്യാദ് അന്നഹ, അപ്പോൾ അത് അന്നഹ, അത് മുബർറഉൻ അനി ഷഹ്വത്തി, അവകളിൽ ഇല്ലാത്ത സിഫത്ത്, ഷഹ്വത്തിനെ തൊട്ട് അവകൾ ഒഴിവാക്കപ്പെട്ടു, അവർക്കെന്താ? ഇച്ഛകളില്ല. വൽ ഖളബി, ദേഷ്യമില്ല. വൽ അഖ്ലാഖി, ദമ്യം, മോശം സ്വഭാവം ഇല്ല. വൽ മൗത്തി, മരണമില്ല. വൽ ഹിറമി, പ്രായം വയസ്സാകലില്ല. വ സഖമി, രോഗമില്ല. വ തർക്കീബിമില്ല അള്ളാഹി, മറ്റു
അവയവങ്ങൾ കൂടിച്ചേർന്നുണ്ടായതല്ല. അവകളെ തൊട്ടൊക്കെ അവരെന്തെയാണ് ഒഴിവാക്കപ്പെട്ടവരാണ്. വൽ അർക്കാന്, അഖ്ലാത്തിനെയും റുക്കുനുകളെയും അഖ്ലാത്തുകളെയൊക്കെ തൊട്ടിട്ട് അവരെന്താണ്, അവർ മുബറാണ്. ബൽഹിയ എന്നല്ല, മലക്കൾ ജവാഹിറുൻ റുഹാനിയത്വൻ മുബറൻ ഹാദില്ല, ഈ അവസ്ഥകളെ തൊട്ടൊക്കെ ഒഴിവാക്കപ്പെട്ട റൂഹാനിയായ ജൗഹറുകളാണ് മലക്കുകൾ. അപ്പോൾ കൗലുഹു, അള്ളാഹിൻ്റെ കൗലു വന്നാസിയാത്തി ഉറക്കൻ എന്നുള്ളത് ഇഷാറത്തുൻ ഇലാ കൗനിഹ, അത് ആണ് എന്നതിലേക്ക് സൂചനയാണ്. മലക്കൾ മൻസു അത്തൻ ഹാദിൽ അഹ്വാലി, ഈ അവസ്ഥകളെ തൊട്ടൊക്കെ അവകളെ ഊരപ്പെട്ടവകളാണ്. നസൻ കുല്ലിയൻ മിൻ ജമീൽ വുജു, മുഴുവൻ മാർഗത്തിലൂടെയും ഊതപ്പെട്ടവകളാണ് എന്നതാണ് സൂചന. വഹാദ തഫ്സീർ, ഈ തഫ്സീർ പ്രകാരം അന്നാസിയാത്ത് എന്ന് വെച്ചാൽ യദവാത്തു നസീഖൽ ലാബിനി വ താമിരി, നസ് ഉടയവരാണ്. അപ്പോൾ ലാബിൻ എന്ന് പറയും, ലാബിന് ലാബിന് താമിറിനെ പറ്റും. താമിർ എന്തെന്നാ അർത്ഥം പറയാം, സവാത്തു തമ്ര, അതായത് തമ്രുള്ള ആൾ, കച്ചവടക്കാരൻ. ദവാത്തു നസ് ഉടയവരാണ്. അപ്പോൾ എന്താണ്, അവർ ഊരലുടയവരാണ് എല്ലാ അവസ്ഥകളെ തൊട്ടും. അപ്പോൾ ഞാൻ അമ്മാക്കൗൽ അള്ളാഹിൻ്റെ കൗൽ വന്നാഷിത്താത്തി നെസ്ത എന്ന് വെച്ചാൽ ഇഷാറത്താണ് ഇല അന്ന ഖുറൂജഹാൻ ഹാദിൽ അഹ്വാലി, അവകൾ ഈ അവസ്ഥയെ തൊട്ട് പുറപ്പെടും. ലൈസ അലാ സബീൽ തക്ലീഫി വൽ മശഖത്തി, അത് പ്രയാസത്തിൻ്റെയോ തക്ലീഫിൻ്റെയോ സബീലിൻ്റെ മേലല്ല. കമാ ഫി ഹക്കിൽ ബശരി, മനുഷ്യൻ്റെ ഹക്കിലുള്ളതുപോലെ പ്രയാസത്തിൻ്റെ സബീലിൻ്റെ മേലല്ല ഈ അവസ്ഥയിൽ നിന്ന് അവർ പുറപ്പെടൽ. ബൽഹുവ മദവർ, ബൽഹും എന്നല്ല, അവർ ബി മുഖ്തല മാഹിയാത്തിഹിം, അവരുടെ മാഹിയത്തുകളുടെ നേട്ടം കൊണ്ട് ഖറജു, അവർ പുറപ്പെട്ടു. വൻ ഹാദിൽ അഹ്വാലി, അവസ്ഥയെ തൊട്ട് പുറപ്പെട്ടു. വരതനസൗ, അവർ പരിശുദ്ധരായി. അൻ ഹാദി സിഫാത്ത്, ഈ സിഫത്തുകളെ തൊട്ടൊക്കെ. അപ്പോൾ ഫഹാത്താന് കലിമത്താനി, അപ്പോൾ ഈ രണ്ട് കലിമത്തുകൾ ഇഷാറത്താനി, അത് രണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇലാ താരീഫി അഹ്വാലിഹിമു സൽബിയ, സൽബിയ അവരുടെ അവസ്ഥകളെ അറിയുന്നതിലേക്ക് സൂചനയാണ്. മലക്കുകളപ്പം എന്താണ്, നാസിയാത്താണ്, നാഷിത്വാത്തുമാണ് എന്ന്. ഇനി വാമ്മ സിഫാത്തുഹുൽ ഇലാഫി, അപ്പോൾ ഇലാഫിയ അവരുടെ മലക്കുകളുടെ സിഫത്ത് വയ്യ കിസ്മാൻ, അത് രണ്ട് കിസ്മാണ്. അഹദുഹുമാൽ ഒന്ന് ഷർഹു ഖുവത്തിഹിമുൽ ആഖില, അവരുടെ ബുദ്ധിയുള്ളത്, അവരുടെ ആഖിലായ അവരുടെ കുദ്റത്തിനെ വിശദീകരിക്കലാണ്. ഐ കൈഫ ഹാലുഹും ഫി മാരിഫത്തി മുൽക്കില്ല, അവരുടെ അവസ്ഥ എങ്ങനെയാണ് അള്ളാഹിൻ്റെ അധികാരത്തെ അറിയുന്നതിലും വമലക്കൂത്തി, അവൻ്റെ മലക്കൂത്തിനെ അറിയുന്നതിലും അവൻ്റെ അധികാരത്തെ അറിയുന്നതിൽ അവരുടെ അവസ്ഥ എന്താണ്. വത്തിലായി അലാ നൂരി ജലാൽ, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ മേൽ അവരുടെ വെളിവാകുന്നതിലുള്ള അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്നതിനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ വാസവവും, അപ്പോൾ അള്ളാഹ് അവർക്ക് വിശേഷണം പറഞ്ഞു. ഫി ഹാദൽ മക്കാമി, ഈ സ്ഥലത്ത് ബി വസ്ഫൈനി, രണ്ട് വിശേഷണം. അഹദുഹുമാതിൽ ഒന്നാമത്തേത്, രണ്ടിലൊന്ന് ഖൗലുഹു വസ്സാബിഹാത്തി സബ്ഹ, ഉണ്ടാ അവരെന്ത് ചെയ്യും, സാബിഹാത്തി സബ്ഹൻ ഫഹും, അതായത് യസ്ബഹൂന, അവർ നീന്തുന്നു. മിൻ അവ്വലി ഫിത്രത്ത്, അവരുടെ ആദ്യ ഫിത്രത്ത് മുതൽ. ഫി ബിഹാരി ജലാലില്ല, അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ കടലിൽ അവർ നീന്തുകയാണ് ആദ്യ ഫിത്രത്ത് മുതൽ തന്നെ. സുമല മുന്തഹാലി സിബാഹത്തി, അവരുടെ നീന്തലിന് അറ്റമില്ല. കാരണഹുല്ലി അന്നഹു ലാ മുന്തഹാലി അളമത്തിൽ, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അറ്റമില്ലല്ലോ. വലുമി സമതിത്തി, അവൻ്റെ സമതിയത്തിൻ്റെ ഉന്നതിക്കും അറ്റമില്ല. വനൂർ ജലാലി, അവൻ്റെ ജലാലിൻ്റെ നൂറിനും. കിബിരിയായി, അതിനൊന്നും എന്തില്ല, അറ്റമില്ലാത്തതിന് വേണ്ടി അറ്റമില്ലാത്ത നീന്തൽ. അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ ബഹറിൽ, കടലുകളിൽ അവർ നീന്തുകയാണ്. അപ്പോൾ ഫഹും, അപ്പോൾ അവർ അബദൻ ഫിതിൽക സിബാഹത്തി, ഈ നീന്തലിലാണ് അവർ കാലാകാലം. സാനിഹിമ, അത് രണ്ടാമത്തേത് കൗലു വസ്സാബിഖാത്തി സബ്ഖ, അള്ളാഹുവിൻ്റെ ഇലാഫിയ സിഫത്ത് രണ്ടാമത്തേത്, മലക്കുകളുടെ സിഫത്തുകൾ രണ്ടാമത്തേത്. ഫസ്സാബിഖാത്തി സബ്ഖൻ എന്നല്ലേ പറഞ്ഞത്. വഹു, അത് ഇഷാറത്തുൻ, അത് സൂചനയാണ്. ഇലാ മറാത്തുൽ മലായിക്കത്തി, മലക്കുകളുടെ മർത്തബ സ്ഥാനത്തിലേക്ക്. ഫി തിൽക സിബാഹത്തി, ഈ നീന്തലിലുള്ള മലക്കുകളുടെ സ്ഥാനത്തിലേക്കുള്ള സൂചനയാണ്. ഫൈനഹു, കാരണം കമാന്ന മറാത്തിബൽ മാരിഫിൽ ബഹായിമി ബിൻ നിസ്ബത്തില മറാത്തി മാരിഫിൽ ബശരി നാഖിസത്തൻ, ഏതുപോലെ ബഹായിമുകൾ മൃഗങ്ങളുടെ അറിവിൻ്റെ സ്ഥാനങ്ങൾ
മനുഷ്യൻ്റെ അറിയലിൻ്റെ സ്ഥാനങ്ങളിലേക്ക് ചേർക്കൽ കൊണ്ട് ചുരുങ്ങിയതാണല്ലോ. മറാത്തി മാരിഫുൽ ബശരി ബിൻ നിസ്ബത്തില മറാത്തുൽ മാരിഫുൽ മലായികത്തിന ഖിസത്തൻ, മനുഷ്യൻ്റെ അറിവുകളുടെ പട്ടിക സ്ഥാനം മലക്കുകളുടെ അറിവുകളുടെ സ്ഥാനത്തിലേക്ക് നോക്കൽ കൊണ്ട് അതും ചുരുങ്ങിയതാണ്. അപ്പഫ കഥാലിക ഇപ്രകാരം മാരിഫ് ബാലിതിൽക്കൽ മലായികത്തി, ചില മലക്കുകളുടെ മാരിഫ് അറിവുകൾ ബിൻ നിസ്ബത്തില മറാത്തി മലാഫിൽ ബാഖീന, ബാക്കിയുള്ള മലക്കുകളുടെ മാരിഫുകളുടെ പട്ടികയിലേക്ക് ചേർക്കുമ്പോൾ മുത്തഫാവിത്തൻ ഏറ്റ വ്യത്യാസമുണ്ട്. വക്കമ അന്നൽ മുഖാലഫത്ത ബൈന നൗഇൽ ഫറസി, അതുപോലെ വനൗഇൽ ഇൻസാൻ ബിൽ മാഹിയത്തി, മനുഷ്യൻ്റെയും അതുപോലെ തന്നെ ഫറസ് കുതിരയുടെയും ഇനങ്ങൾക്കിടയിലുള്ള വ്യത്യാസം മാഹിയത്ത് കൊണ്ടാണ്. ലാബിൽ അവാരിദി, എന്തുകൊണ്ടല്ല? അവാരിദ് കൊണ്ടല്ല, ആരിദുകളെ കൊണ്ടല്ല, മാഹിയത്ത് കൊണ്ടാണ് വ്യത്യാസം. അപ്പോൾ കഥ അപ്പോൾ അൽ മുഖാലഫത്ത് ബൈന ഷഖ്സി കുല്ലി വാഹിദ് മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്നുള്ള ഓരോ വ്യക്തികളുടെ ഇടയിലുള്ള വ്യത്യാസം ബൈന ഷഖ്സിൻ ആഖറ, മറ്റേ ഷഖ്സിൻ്റെ ഉള്ള വ്യത്യാസം ബിൽ മാഹിയത്ത് കൊണ്ടാണ്. ഫൈദാ കാനത്ത് അഷ്ഖാസുഹ മുത്തഫാവിത്തം ബിൽ മാഹിയത്തി, അപ്പോൾ അവകളുടെ ഷഖ്സുകൾ വ്യത്യാസം വന്നു മാഹിയത്ത് കൊണ്ട് വ്യത്യാസമായി. ലാബിൽ അവാരിദ് കൊണ്ടിട്ടല്ല, മാഹിയത്ത് കൊണ്ട് തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ കാനത്തില മഹാല, അപ്പം നിസ്സംശയം മുത്തഫാവിത്തൻ കാനത്ത്, അങ്ങനെ ആയപ്പോൾ കാനത്ത് ല മഹാലത്ത മുത്തഫാവിത്തം ഫി ദർജാത്തിൽ മാരിഫത്തി, അറിവിൻ്റെ പട്ടികയിൽ പദവിയിൽ അവർ ഏറ്റവും വ്യത്യാസം ആയി. ഒഫി മറാത്തിബി തജല്ലിയുടെ അള്ളാഹുവിനെ കാണുന്നതിൻ്റെ തജല്ലി, അറിവ് വെളിവാകുന്നതിൻ്റെ സ്ഥാനത്തിലും അവർക്ക് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. ഫഹാദ, ഇതാണ് ഹുൽ മുറാദ് മിൻ ഖൗലി, അള്ളാഹിൻ്റെ കൗലിനാണുള്ള മുറാദ് വസ്സാബിഖാത്തി സബ്ഖ എന്ന് പറഞ്ഞത്, മുൻകടന്നവകൾ തന്നെ സത്യം. അപ്പോൾ മലക്കൾക്കുള്ള വിശേഷണമായിട്ടാണ് ഈ പറഞ്ഞത്. രണ്ട് വിശേഷണം സൽബി ആസിഫത്ത്, മറ്റ് രണ്ടെണ്ണം ഇലാഫി ആസിഫത്ത്. ഫഹാത്താനിൽ കലിമത്താനി, അപ്പോൾ ഈ രണ്ട് കലിമത്തുകൾ അൽ മുറാദ് മിൻഹും, അതിനുള്ള മുറാദ് ഷർഹു അഹ്വാലി ഖുവത്തിഹിമുൽ ആഖില, അവരുടെ ആഖില ബുദ്ധിപരമായ അവരുടെ ശക്തിയുടെ അവസ്ഥയെ വിശദീകരിക്കലാണ്. ആ നിലക്ക് വെച്ചു. ഇതിപ്പോൾ റാസിമാമ് സ്വന്തമായിട്ട് പറഞ്ഞ വജ്ഹാണത്. വമാ ഖൗലുഹു, അപ്പോൾ അള്ളാഹിൻ്റെ കൗല് ഫൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ തന്നെ സത്യം. ഫഹു, അപ്പോൾ അത് ഇഷാറത്തുൻ, അത് സൂചനയാണ്. ഇലാ ശർഹി ഹാലി ഖുവത്തിഹിമുൽ ആമില, അവരുടെ പ്രവർത്തനപരമായ അവരുടെ ശക്തിയുടെ അവസ്ഥയെ വിശദീകരിക്കലേക്ക് സൂചനയാണ്. വദാലിക, അത് ലി അന്ന കുല്ല ഹാലിമിൻ അഹ്വാലിൽ ആലമി സുഫ്ലി, താഴെയുള്ള ലോകത്തിൻ്റെ അവസ്ഥകളിൽ നിന്നുള്ള ഓരോ മുഴുവൻ അവസ്ഥകളും മുഫവ്വദൻ, അവകൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇലാ തദ്ബീരി വാഹിദിൻ മിനൽ മലായികത്തി, മലക്കുകളിൽ നിന്നുള്ള ഒരാളുടെ നിയന്ത്രണത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലദീന, എങ്ങനത്തെ മലക്കുകളാണ്? ഹും ഉമ്മാറുൽ ആലമിൽ ഉൽവി, അവരാണ് ഉൽവിയായ ലോകത്തിൻ്റെ പരിപാലകർ, അവരാണ്. അങ്ങനത്തെ മലക്കുൽപ്പെട്ട ഒരാളുടെ നിയന്ത്രണത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ സുക്കാൻ ബിഖായി സമാവാത്തി, ആകാശങ്ങളുടെ സ്ഥലങ്ങളിൽ താമസിക്കുന്ന മലക്കുകളിൽപ്പെട്ട ഒരുത്തൻ്റെ തദ്ബീറിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. വലമ്മാക്കാന തദ്ബീറു, അവയെ ഈ നിയന്ത്രണം ലാ തത്തിം, അത് പൂർത്തിയാകൂല, ഇല്ലാ ബാദൽ ഇൽമി, അറിഞ്ഞതിന് ശേഷമല്ലാതെ പൂർത്തിയാകൂലല്ലോ. ലാജറമ കദ്ദമ ഷർഹൽ ഖുവത്തിൽ ആഖില, നാം എന്ത് ചെയ്തു? മുന്തിച്ചല്ലോ ആഖില, ബുദ്ധിയുടെ ശക്തിയുടെ വിശദീകരണം. അല്ലത്തി, എങ്ങനത്തെ ബുദ്ധിയാണ്? ലഹും, അവർക്കുള്ളത്. അലാ ഷർഹിൽ ഖുവത്തിൽ ആമിലത്തില്ലത്തി ലഹും, അവർക്കുള്ളതായ പ്രവർത്തനത്തിൻ്റെ ശക്തിയെ വിശദീകരിക്കുന്നതിനേക്കാൾ അതിനെ മുന്തിച്ചല്ലോ. അപ്പോൾ ഫഹാദല്ലതി, അപ്പോൾ ഇത് ദക്കർത്തുഹു, നാം പറഞ്ഞ ഇത് ഇഹ്തിമാൽ ലാഹിറാണ് കേട്ടോ. വല്ലാഹു ആലം ബി മുറാദി മിൻ കലാമി, ഈ പറഞ്ഞതൊക്കെ ഒരു പ്രത്യക്ഷമായൊരു സാധ്യതയാണ്. അള്ളാഹു ആലം ബി മുറാദി മിൻ കലാമി, അവൻ്റെ കലാമിൻ്റെ മുറാദ് അള്ളാഹുവിനാണ് ഏറ്റവും അറിയാം എന്നും. വാലം നീറണം അന്ന അബാ മുസ്ലിം ബിൻ ബഹറുൽ അസ്ഫഹാനി തഅന ഫി ഹംലി ഹാദിൽ കലിമാത്തിൽ മലായിക്കത്തി, അബൂ മുസ്ലിം
അസ്ഫഹാനി അദ്ദേഹം എന്ത് ചെയ്തു, ഈ കലിമത്തുകളെ മലക്കുകളുടെ മേൽ ചുമത്തുന്നതിൻ്റെ മേൽ അദ്ദേഹം ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. വക്കാല അദ്ദേഹം പറഞ്ഞു, വാഹിദു നാസിയാത്തി നാസിയത്താണല്ലോ, വഹുമിൻ ലഫ്സിൽ ഇനാസ്, നാസിയത്ത് എന്ന് പറയുമ്പോൾ അത് സ്ത്രീലിംഗമാണല്ലോ, അതെങ്ങനെ മലക്കളെ പറ്റി പറയാൻ പറ്റുക? നാസിയാത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമായില്ലേ. വഖദ് നസ്സഹല്ലാഹു തആല മലായികത്താനി തഅനീസ്, സ്ത്രീലിംഗത്തോട്ട് മലക്കളെ അള്ളാഹു താല പരിശുദ്ധമാക്കിയല്ലോ. ബഅബ അള്ളാഹ് ആക്ഷേപിച്ചല്ലോ കുഫാറുകളുടെ കൗലുൽ കുഫാർ ഹൈസു കാല, അള്ളാഹ് പറഞ്ഞല്ലോ വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാൻ ഇനാസ, അവർ മലക്കുകളെ ആക്കി, അള്ളാഹിൻ്റെ അടിമകളാകുന്ന മലക്കുകളെ അവരെന്താ ഇനാസൻ പെണ്ണുങ്ങളാക്കി, അപ്പോൾ സ്ത്രീകളെ ആക്കി. അപ്പോൾ ഇവിടെ നാസിയത്ത് എന്ന് പറയുമ്പോൾ നാസിയത്ത് സ്ത്രീലിംഗമാണല്ലോ, അപ്പോൾ അത് എങ്ങനെ ശരിയാകുക? അതുകൊണ്ട് അത് പറ്റൂല എന്ന് ആര് പറഞ്ഞു? അസ്ഫഹാനി, അബൂ മുസ്ലിമിന് ബഹറുൽ അസ്ഫഹാനി പറഞ്ഞു. വാലെന്ന് പറയണം അന്നഹാദ, ഈ ഹദ താനുൻ ലാ യതവജ്ജു അലാ തഫ്സീരിന. ബാലം ഞാൻ അന്നഹാദ, ഈ പറഞ്ഞ താനുൻ ഒരു താനാണ്, ലാ യതവജ്ജു, അത് നേരിടൂല അലാ നമ്മുടെ തഫ്സീറിൻ്റെ മേൽ നേരിടാത്ത ഒരു ആക്ഷേപമാണ്. കാനലി അന്നൽ മുറാദ, ഉദ്ദേശം അൽ അഷിയാ ഉ ദവാത്തുൻ നസീ, നസ് ഉടയ വസ്തുക്കളാണ് ഉദ്ദേശിക്കപ്പെട്ടത്. കാരണം മലക്കളിലേക്കല്ല അത് മടങ്ങുന്നത്. അപ്പോൾ ഊരൽ ഉടയ വസ്തുക്കളാണ് ഉദ്ദേശം. വഹാദൽ ഖദറു, ഈ അളവ് ലായക്തലി മാതുക്കിറമിന താനീസി, താനീസിൽ നിന്ന് പറയപ്പെട്ട ഒന്നിനെ തേടുന്നില്ലല്ലോ. ഇനി അൽ വജുഹു സാനി ഫി താവീലി ഹാദിൽ കലിമാത്ത്, ഇനി രണ്ടാമത്തെ വജു പറയണം അന്നഹായൻ നുജൂമു. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞെന്താണ്? മലക്കുകളാണ് എന്ന് പറഞ്ഞു. അൽ വജുഹുല്ല, ഒരുപാട് വജു പറയണല്ലേ, അതാണ് ഇവിടെ പറഞ്ഞെന്താണ്? അൽ വജുഹുൽ അവ്വലു എന്ന് പറഞ്ഞല്ലോ. അൽ വജുഹുസാനി, രണ്ടാമത്തെ വജു ഫി താവീലി ഹാദിൽ കലിമാത്തി, ഈ കലിമത്തുകളെ വ്യാഖ്യാനിക്കുന്നതിലുള്ള രണ്ടാമത്തെ വജുഹ് അന്നഹായൻ നുജൂവ, നക്ഷത്രങ്ങളാണെന്നാണ്. അത് വഹുവ കൗലുൽ ഹസൻ ബസരി, ഹസൻ ബസരിൻ്റെ കൗലാണ്. വസ്ഫുൻ നുജൂമി ബിൻ നാസിയാത്തി ഹത്തമൽ ഉജുവൻ, ഇനി നക്ഷത്രങ്ങളെ പറ്റി നാസിയാത്ത് എന്ന് പറയുന്നതിനേക്ക് പല സാധ്യതയുണ്ട്. അത് ഒന്നാമത്തേത്, 2, 3. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.